ഹായ് ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്നിവിടെ വത്തക്ക അല്ലെങ്കിൽ തണ്ണിമത്തൻ ഇതിൻ്റെ തൊണ്ടുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള 3 ഡിഫറെൻറ്റ് വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മളൊക്കെ വേസ്റ്റിൽ കളയുന്ന ഈ വത്തക്ക തൊണ്ടുകൊണ്ട് ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അതിശയപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ആട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വത്തക്കത്തൊണ്ടിൻ്റെ ഈ മുകൾ ഭാഗത്തെ റെഡ് കളയണം, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഗ്രീൻ കളറും കളയണം. നമുക്ക് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം തിന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് മുകൾ ഭാഗത്തെ റെഡ് നമ്മളുടെ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് നമുക്കത് കത്തി വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ടിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം. എന്നാൽ ബാക്ക് സൈഡിലുള്ള ഈ ഗ്രീൻ കളർ കത്തി വെച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ ഇതുപോലത്തെ വെജിറ്റബിൾസൊക്കെ തൊലി കളയുന്നതുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് തൊലി കളഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം തൊലി കളഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇവിടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് കുറച്ച് അധികം എമൗണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിലുള്ള വത്തക്കൻ്റെ തൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം എമൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് വേവിച്ചെടുക്കണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കല്ല, അപ്പോൾ ഒരു തൊട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. അധികം വേണ്ട, കാരണം ഇതിൽ ഒരു ഐറ്റം തോരനും അതുപോലെ തന്നെ ഒരു ഐറ്റം താളിപ്പുമാണ്. അപ്പോൾ തോരനിൽ നമുക്ക് അധികം വെള്ളം വേണമെന്നൊന്നുമില്ലല്ലോ, അപ്പോൾ താളിപ്പിലാണല്ലോ കുറച്ചധികം വെള്ളം വേണ്ടത്. അപ്പോൾ തോരനിൽ താളിപ്പിലേക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഞാൻ ഇത്രത്തോളം വളരെ നൈസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം തോരനിലായാലും താളിപ്പിലും ഒരേമാതിരി കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ വരുത്തിയെടുക്കാം. അപ്പം ഇതൊരു വിസിൽ വന്നതിന് ശേഷം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഈ വത്തക്കൻ്റെ തൊണ്ടിൻ്റെ വേവിനെ. അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട്. വത്തക്കത്തൊണ്ടിൽ നമ്മൾ ഒഴിക്കുന്നതിൽ കൂടുതൽ വെള്ളം ഉണ്ടായി വരും. അപ്പോൾ ഇത് വെന്തണോ നോക്കാം. അപ്പോൾ അത്യാവശ്യമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തോരന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയിടണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം തേങ്ങ വേണ്ട കേട്ടോ, ഒരൊറ്റ പിടി തേങ്ങ മതി. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും അതുപോലെ തന്നെ 2 ചീരുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തോരൻ എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ അതിന് സോസ് പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് വറവിട്ടിട്ടാണ് ഇതിലേക്ക് തോരൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം, അതായത് ഒരു പകുതി എമൗണ്ട് തോരനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ എടുക്കാം. അപ്പോൾ നമ്മൾ തോരന് മാത്രം വേവിച്ചെടുക്കുമല്ലോ കുക്കറിൽ, ആ സമയത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇനി ഇതിൽ അല്പം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടുമ്പോൾ തന്നെ അതൊന്ന് വറ്റി ശരിയായിക്കോളൂ. അപ്പോൾ നമ്മുടെ വത്തക്കത്തോണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഒരു ബൗളിലേക്ക് സേവ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വത്തക്കത്തൊണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന താളിപ്പാണ്. അതിന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അത് ഒന്ന് വറവിട്ട് എടുത്താൽ മതി. കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ടെടുക്കാം. അപ്പം താളിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നെക്സ്റ്റ് ആയിട്ട് ഞാനൊരു മൂന്നാമതൊരു ഐറ്റം ഉണ്ടാക്കുന്നത് വത്തക്കത്തോണ്ടുള്ള തേങ്ങ അരച്ച കറിയാണ്. അതിനുവേണ്ടി നമ്മൾ അത്യാവശ്യം കുറച്ച് വീതിയിൽ തന്നെ വത്തക്കത്തോണ്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിലാണ് കേട്ടോ ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. ഇനി കുക്കറിലല്ലാതെ വേവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. കുക്കറാകുമ്പോൾ ഒരൊറ്റ വിസിലുമ്പോൾ തന്നെ കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം വേണ്ട, നമുക്ക് തേങ്ങ അരച്ചു വരാനുള്ളതാണല്ലോ. അപ്പം ഒന്നാകെ അങ്ങോട്ട് ലൂസായി പോകും. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരൊറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 1/4 കപ്പ് തേങ്ങ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, 2 ചീരുള്ളി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി. നമ്മൾ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിലുള്ള വത്തക്കത്തോണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങൻ്റെ അരപ്പ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിത് കുക്കറിൽ വെച്ചിട്ടല്ല തിളപ്പിക്കുന്നത്, ഞാനിത് ഒരു സോസ് പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പം തേങ്ങ അരച്ച കറിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തുള്ളി കഴിഞ്ഞാൽ തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കുക. എങ്കിൽ മാത്രമേ തേങ്ങക്കറിക്കും അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്കുള്ള വറവിടാണ്. അപ്പോൾ നമ്മൾ നേരത്തൊക്കെ ചെയ്ത പോലെയുള്ള സെയിം വറവിടലാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ടൊന്ന് വറവിട്ടെടുക്കാം. എന്നിട്ട് ഇത് ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇതിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ താളിപ്പ് പോലെയല്ല, ഇത് വ്യത്യസ്ത ടേസ്റ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനിവിടെ ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തക്കത്തൊണ്ടിൻ്റെ തേങ്ങ അരച്ച കറിയും തയ്യാറായിട്ടുണ്ട്. ഇത് വത്തക്കത്തൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ, അല്ലാതെ ഒരിക്കലും ഇത് മനസ്സിലാവില്ല. അപ്പം നമ്മുടെ 3 വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മളൊക്കെ വേസ്റ്റിൽ കളയുന്ന വത്തക്കത്തൊണ്ടുകൊണ്ട് ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് അതിശയം തന്നെയാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.